Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Year Question Papers. ഇതിൽ നമ്മൾ കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും വിത്ത് എക്സ്പ്ലനേഷൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ഫിഫ്ത്ത് പാർട്ടാണ്. നമുക്ക് നോക്കാം. 21st ക്വസ്റ്റ്യൻ. ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ തെർമൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഗ്രേറ്റർ ദാൻ ഡീസൽ സൈക്കിളാണോ, ലെസ് ദാൻ ഡീസൽ സൈക്കിളാണോ, സെയിം ആസ് ദാറ്റ് ഓഫ് ഡീസൽ സൈക്കിളാണോ ഉള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തെർമൽ എഫിഷ്യൻസി എങ്ങനെയാണ് സെയിം കംപ്രഷൻ റേഷ്യോയിൽ വരുന്നതെന്നുള്ളത് ഗ്രാഫ് വെച്ച് നോക്കാം. ഇപ്പോൾ നമുക്കിതിന് മുന്നുള്ളത് പി വി ഡയഗ്രവും ടി എസ് ഡയഗ്രവുമാണ്. അപ്പോൾ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡണ്ണും ടി എസ് ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ടുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രീൻ കളറിൽ കാണിച്ചിരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഡുവൽ സൈക്കിളിൻ്റെയും റെഡ് കളറിൽ കാണിച്ചിരുന്ന സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളും ബ്ലാക്ക് കളറിൽ കാണിച്ചേക്കുന്നത് ഓട്ടോ സൈക്കിളുമാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പി വി ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡുവൽ സൈക്കിളിന് അവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ഡുവൽ സൈക്കിളിന് അവിടെ വർക്ക് ഡൺ കൂടുതലാണ്. നമ്മൾ അത് കഴിഞ്ഞാൽ ഡീസൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ റെഡ് കളറിലുള്ള ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ പി വി ഡയഗ്രത്തിലെ ഏരിയ വളരെ കുറവാണ്. അപ്പോൾ അതിനർത്ഥം ഡീസലിൻ്റെ വർക്ക് ഡൺ വളരെ കുറവാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ്. അപ്പോൾ ഓട്ടോ സൈക്കിളിനും പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളിലെ വർക്ക് ഡൺ ആണ്. അത് അത്യാവശ്യം വലുത് തന്നെയാണ്, കാരണം ഏരിയ കൂടുതലാണ്. അപ്പോൾ ഓട്ടോ സൈക്കിളിന് ഏരിയ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ഡൺ കൂടുതലാണ്. ഡുവൽ സൈക്കിളിനും ഏരിയ കൂടുതലായതുകൊണ്ട് അവിടെ വർക്ക് ഡൺ കൂടുതലാണ്. ഡീസൽ സൈക്കിളിന് ഏരിയ കുറവായതുകൊണ്ട് വർക്ക് ഡൺ കുറവാണ്. ഇനി നമുക്ക് ടി എസ് ഡയഗ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടി എസ് ഡയഗ്രം എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവലിനും ഡീസലും അതായത് റെഡ് ഗ്രാഫും ഗ്രീൻ ഗ്രാഫും വളരെ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഡുവലിനും ഡീസലിനും ഹീറ്റ് ഇൻപുട്ട് വളരെ കൂടുതലാണ്. അതാണ് ഗ്രീൻ ഗ്രാഫും റെഡ് ഗ്രാഫുമായിട്ട് കാണിച്ചേക്കുന്നത്. അതേസമയം ബ്ലാക്ക് ഗ്രാഫിൽ കാണിച്ചേക്കുന്ന ഓട്ടോ സൈക്കിളിൻ്റെ ഏരിയ കുറവാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഓട്ടോ സൈക്കിളിന് ഹീറ്റ് ഇൻപുട്ട് കുറവാണ്. അപ്പോൾ ഓട്ടോ സൈക്കിളിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് കൂടുതലും ഹീറ്റ് ഇൻപുട്ട് കുറവാണ്. അതായത് തെർമൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. കാരണം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഓട്ടോ സൈക്കിളിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ, കാരണം ഔട്ട്പുട്ട് കൂടുതലും ഇൻപുട്ട് കുറവായതുകൊണ്ട് ഓട്ടോ സൈക്കിളിനായിരിക്കും അവിടെ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് 21st ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, തെർമൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡീസൽ സൈക്കിൾ ഫോർ സെയിം കംപ്രഷൻ റേഷ്യോ. അതാണ് ഇമ്പോർട്ടൻറ്റ്. സെയിം കംപ്രഷൻ റേഷ്യോയിൽ മാത്രമാണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡീസൽ സൈക്കിളിനേക്കും കൂടുതലാവുന്നത്. ഇനി അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. Knocking in SI engine gets reduced by increasing compression ratio ആണോ, അല്ലെങ്കിൽ റിട്ടാർഡിങ് സ്പാർക്ക് അഡ്വാൻസ് ആണോ, ഇൻക്രീസിങ് ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ ആണോ, അല്ലെങ്കിൽ ഇൻക്രീസിങ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ ആണോ? എപ്പോഴാണ് SI എഞ്ചിൻ്റെ നോക്കിംഗ് കുറയുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കിംഗ് എങ്ങനെയാണ് SI എഞ്ചിനിൽ ഉണ്ടാവണമെന്ന് നോക്കാം. അപ്പോൾ SI എഞ്ചിനിൽ നോക്കിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഐഡിയൽ SI എഞ്ചിൻ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് കാരണം ആ സ്പാർക്കിന് ചുറ്റുമുള്ള എയർ ഫ്യൂവൽ കോമ്പിനേഷൻ കത്തും, അല്ലെങ്കിൽ അവിടെ കമ്പഷൻ നടക്കും. ആ കമ്പഷൻ പതിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫുൾ സിലിണ്ടറിലും എത്തും. അപ്പോൾ അത് കമ്പഷൻ തുടങ്ങുന്നത് എപ്പോഴും സ്പാർക്ക് പ്ലഗിൻ്റെ അടുത്തു നിന്നായിരിക്കും. അത് കഴിഞ്ഞ് അത് പതിയെ അഡ്വാൻസ് ചെയ്തായിരിക്കും ഫുൾ സിലിണ്ടറിലുള്ള എയറും ഫ്യൂവലും ബേൺ ചെയ്യുന്നത്. പക്ഷേ നോക്കിംഗ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ നോർമൽ കമ്പഷനാണ് ആദ്യത്തെ ഡയഗ്രമായിട്ട് കാണിച്ചേക്കുന്നത്. അതിൽ പോയിൻ്റ് എ ആണ് സ്പാർക്ക് പ്ലഗിൻ്റെ പോയിൻ്റ്. പോയിൻ്റ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫാർദസ്റ്റ് പോയിൻ്റാണ് ഫ്രം ദി സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ആ സ്പാർക്ക് പ്ലഗിൽ നിന്ന് പതിയെ ആണ് ആ ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പതിയെയാണ് അവിടെ ആ എയറും ഫ്യൂവലും ബേൺ ചെയ്ത് പതിയെ ഡിയിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഡിയിലായിരിക്കും ഏറ്റവും അവസാനം കമ്പഷൻ നടക്കുന്നത്. ഇതാണ് നോർമൽ കമ്പഷൻ. ഈ നോക്കിംഗ് നടക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുക, അതായത് അബ്നോർമൽ കമ്പഷൻ എങ്ങനെയാണ് നോക്കുക. അതായത് നമ്മുടെ പോയിൻ്റ് എ എന്ന് സ്പാർക്ക് പ്ലഗ്
കമ്പഷൻ തുടങ്ങും. അപ്പോൾ അവിടെ നിന്നുള്ള എയർ ഫ്യൂവൽ ബേൺ ചെയ്ത് വരും. പക്ഷേ ഈ ബേണിങ് അല്ലെങ്കിൽ ഈ ഫ്ലെയിം എത്തുന്നതിന് മുമ്പ് തന്നെ പോയിൻ്റ് ഡിന്ന് വേറെ ഒരു ഫ്ലെയിം തുടങ്ങും. കാരണം പോയിൻ്റ് ഡിയിൽ അപ്പോഴേക്കും സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവും. അതായത് അവിടെ ഭയങ്കര ടെമ്പറേച്ചറും പ്രഷറും വരുമ്പോൾ തന്നെത്താനെ ഈ എയർ ഫ്യൂവലും തമ്മിൽ കത്തും. അങ്ങനെയാണ് അതിനാണ് നമ്മൾ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, തന്നെത്താനെ കത്തുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ആ തന്നെത്താനെ കത്തുന്ന ടെമ്പറേച്ചർ പോയിൻ്റ് ഡിയിൽ ബിൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെത്താനെ ഫ്ലെയിം ഉണ്ടാവും. അപ്പോൾ ഈ പോയിൻ്റ് ഡിയിൽ നിന്ന് ഒരു ഫ്ലെയിം ഉണ്ടാവും, അതേപോലെ തന്നെ പോയിൻ്റ് എയിൽ നിന്ന് സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഒരു ഫ്ലെയിം ഉണ്ടാവും. അവസാനം ഈ പോയിൻ്റ് ഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലെയിമും പോയിൻ്റ് എ അതായത് സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലെയിമും തമ്മിൽ കൂട്ടിയിടിക്കും. അപ്പോഴാണ് നമ്മൾ നോക്കിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിംഗ് ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അതായത് പോയിൻ്റ് ഡിയിൽ നിന്ന് ഒരു ഫ്ലെയിം തുടങ്ങിയതാണ് പ്രശ്നമായത്. അതായത് സ്പാർക്ക് പ്ലഗിൽ നിന്ന് വരുന്ന ഫ്ലെയിം എത്തുന്നതിന് മുമ്പ് തന്നെ പോയിൻ്റ് ഡിയിൽ നിന്ന് ഒരു ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്താണ് പ്രോബ്ലം ആയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, നോക്കിംഗ് കുറയ്ക്കാൻ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നോർമൽ കമ്പഷൻ ആണെന്നുണ്ടെങ്കിൽ ആ റെഡ് ലൈനാണ് നമ്മുടെ ഫ്ലെയിം കൊണ്ടുവരുന്നത്, ഫ്ലെയിം പ്രൊപ്പഗേഷൻ കാണിക്കുന്നത്. അപ്പോൾ നോർമൽ കമ്പഷൻ ആണെങ്കിൽ ഫ്ലെയിം പതിയെ ഇപ്പോൾ ബ്ലൂ കളറിലുള്ള ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് എന്ന് പറയും. ഇതാണ് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് പതിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഏറ്റവും സിലിണ്ടറിൻ്റെ ഏറ്റവും അവസാനം വരെ എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ കമ്പഷൻ. അതേസമയം അബ്നോർമൽ കമ്പഷൻ നോക്കി നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. സ്പാർക്ക് പ്ലഗ് ഇതാണ്. സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഉള്ള ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോഴൊപ്പം തന്നെ വേറെ പോയിൻ്റ്, അതായത് നേരത്തെ കണ്ട ഓപ്ഷൻ പോയിൻ്റ് ഡി അങ്ങനെയുള്ള പോയിൻ്റിൽ നിന്ന് തന്നെത്താനെ എയറും ഫ്യൂവലും കത്തിത്തുടങ്ങും. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ഫ്ലെയിം ഇങ്ങോട്ട് വരും. അതേപോലെ തന്നെ വേറെ പോയിൻ്റിൽ നിന്നും ഇതേപോലെ തന്നെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും വളരെ കൂളാണെന്നുണ്ടെങ്കിൽ എയറും ഫ്യൂവലും തന്നെത്താനെ കത്തും. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ഫ്ലെയിമും ഉണ്ടായി വരും. ഇങ്ങനെ ഈ എല്ലാ ഫ്ലെയിമും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നോക്കിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നോക്കിംഗ് കുറയ്ക്കാൻ എങ്ങനെ നമുക്ക് പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിംഗ് ഉണ്ടാവാനുള്ള കാരണം ഫ്ലെയിം തന്നെത്താൻ എത്തുന്നതിന് മുമ്പ് തന്നെ വേറെ ഫ്ലെയിം വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ് നോക്കിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ നമുക്ക് പല രീതികളിൽ മാറ്റങ്ങൾ വരുത്താം. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കാം. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ ഫ്ലെയിം എത്തും. അതായത് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു ഫ്ലെയിം തുടങ്ങാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം എത്തും. അപ്പോൾ ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് ഈ 4 ഫാക്ടേഴ്സ്, ഇപ്പോൾ ഈ ഡയറി കാണുന്ന 4 ഫാക്ടേഴ്സാണ് നമുക്ക് നോക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്ടറാണ് നമ്മൾ ടൈം ഫാക്ടർ. അപ്പോൾ ടൈം ഫാക്ടറിൽ വരുന്ന ഒരു സാധനമാണ് ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ്. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയ്ക്കാൻ പറ്റും. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിമിന് അത്രയും കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിം പെട്ടെന്ന് തന്നെ എല്ലായിടത്തും എത്താൻ പറ്റും. അപ്പോൾ വേറെ സ്ഥലത്ത് ഫ്ലെയിം തുടങ്ങാനുള്ള സമയം കിട്ടില്ല. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കേണ്ടത് നമുക്ക് ചേമ്പറിൻ്റെ ഷേപ്പ്, എൻജിൻ സൈസ്, അതേപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് സ്പാർക്ക് പ്ലഗ് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കുറയ്ക്കാം. അതായത് 2-3 സ്ഥലത്ത് സ്പാർക്ക് പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയ്ക്കാം. അല്ലെങ്കിൽ എൻജിൻ സൈസ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയ്ക്കാം. അതേപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് ഫ്ലെയിം ട്രാവൽ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിംഗ് കുറയ്ക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് തന്നെ ഫ്ലെയിം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്ത് വേറെ ഫ്ലെയിം ഉണ്ടാകാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ നോക്കിംഗ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൂട്ടാണെങ്കിൽ നമുക്ക് ടർബുലൻസ് കൂട്ടുക, എൻജിൻ സ്പീഡ് കൂട്ടുക, റിച്ചർ മിക്സർ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. വേറെ നമുക്ക് നോക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഫ്യൂവൽ ആൻഡ് കോമ്പോസിഷൻ ഫാക്ടർ, ഫ്യൂവലിൻ്റെ കോമ്പോസിഷൻ ഫാക്ടർ മാറ്റുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒക്ടേൻ റേറ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. ഫ്യൂവൽ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. ഹ്യൂമിഡിറ്റി, ഡൈല്യൂഷൻ ഓഫ് ചാർജ്, ഫ്യൂവൽ അഡിറ്റീവ്സ് കൂട്ട്, അതായത് നോക്കിംഗ് കുറയ്ക്കാനുള്ള ഫ്യൂവൽ അഡിറ്റീവ്സ് ഇട്ട് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. പിന്നെ നമുക്ക് നോക്കിംഗ് കുറയ്ക്കാനുള്ള വേറെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി ഫാക്ടേഴ്സാണ്. അതായത് ഇൻലെറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. ടെമ്പറേച്ചർ ഓഫ് കമ്പഷൻ ചേമ്പർ വാൾസ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. സ്പാർക്ക് ടൈമിംഗ് റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. കൂളൻ്റ് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. കംപ്രഷൻ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. മാസ് ഓഫ് ഇൻഡക്റ്റഡ് ചാർജ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. പവർ ഔട്ട്പുട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. എക്സോസ്റ്റ് ബാക്ക് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. കാർബൺ ഡെപ്പോസിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കിംഗ് കുറയ്ക്കാം. പിന്നെ 4ാമത്തെ ഫാക്ടറാണ് എൻജിൻ ഡിസൈൻ ഫാക്ടർ. എൻജിൻ ഡിസൈൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കിംഗ് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. പിസ്റ്റൺ ഷേപ്പ് മോഡിഫൈ ചെയ്ത് ടർബുലൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. സിലിണ്ടറിക്കൽ ബോർ ഡയമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. ഷോർട്ടഡ് ഇൻലെറ്റ് വാൽവ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ നോക്കിംഗ് കുറയ്ക്കാം. ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ആൻസറിലോട്ട് വരുന്ന ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 8 ഫാക്ടേഴ്സാണ് നോക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻലെറ്റ് ടെമ്പറേച്ചറും പ്രഷറും കൂടും. അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും കൂടിക്കഴിഞ്ഞാൽ നോക്കിങ് കൂടും. അപ്പോൾ നോക്കിങ് കുറയ്ക്കാൻ നമ്മളെപ്പോഴും കംപ്രഷൻ റേഷ്യോ റെഡ്യൂസ് ചെയ്യണം. മാസ് ഓഫ് ഇൻഡക്റ്റർ ചാർജ്, നമ്മുടെ എമൗണ്ട് ഓഫ് എയർ ഫ്യൂവൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും കൂടും, അപ്പോൾ നോക്കിങ് കൂടും. അപ്പോൾ നോക്കിങ് കുറയ്ക്കാൻ മാസ് ഓഫ് ചാർജ് ഇൻഡക്റ്റഡ് കുറയ്ക്കണം. ഇൻലെറ്റ് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിങ് കൂടും, അപ്പോൾ ഇൻലെറ്റ് ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കുറയ്ക്കണം. ചേംബർ വാൾ ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചർ അതായത് ഉള്ളിലുള്ള എയർ ഫ്യൂവലിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ തന്നെത്താൻ ഇഗ്നിഷൻ നടന്ന് നോക്കിങ് കൂടും. അപ്പോൾ അത് നമ്മൾ ചേംബർ വാൾ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. സ്പാർക്ക് അഡ്വാൻസ് കൂടിയാലും എൻജിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും പ്രഷറും കൂടും, അപ്പോൾ നോക്കിങ് കൂടും. അപ്പോൾ സ്പാർക്ക് അഡ്വാൻസ് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സ്പാർക്ക് അഡ്വാൻസ് റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിങ് കുറയും. പിന്നെ എയർ ഫ്യൂവൽ റേഷ്യോ കൂടിക്കഴിഞ്ഞാലും എയർ ടെമ്പറേച്ചറും പ്രഷറും എൻജിൻ്റെ ഉള്ളിൽ കൂടും, അപ്പോൾ നോക്കിങ് കൂടും. അപ്പോൾ എയർ ഫ്യൂവൽ റേഷ്യോ കുറയ്ക്കണം, അല്ലെങ്കിൽ മിക്സ്ചർ റിച്ച് ആക്കണം. ഇനി ടർബുലൻസ് കൂടിക്കഴിഞ്ഞാൽ നോക്കിങ് കുറയും, അപ്പോൾ നമ്മളെപ്പോഴും ടർബുലൻസ് കൂട്ടാണ് വേണ്ടത്. എൻജിൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിങ് കുറയും, അപ്പോൾ എൻജിൻ സ്പീഡ് എപ്പോഴും കൂട്ടാണ് വേണ്ടത്. ഡിസ്റ്റൻസ് ഓഫ് ഫ്ലെയിം ട്രാവൽ കുറയ്ക്കണം. അപ്പോൾ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് ഓഫ് ഫ്ലെയിം ട്രാവൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ നോക്കിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതെപ്പോഴും കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്പാർക്ക് അഡ്വാൻസ് റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിങ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ. 22nd question, the knocking in SI engine gets reduced. Option B, by retarding the spark advance. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കറിയാം. കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ കൂടും. കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും കൂടും, നോക്കിങ് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലും നോക്കിങ് കൂടുകയാണ് ചെയ്യുന്നത്. കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലും നോക്കിങ് കൂടുകയാണ് ചെയ്യുന്നത്. നോക്കിങ് കുറയണമെന്നുണ്ടെങ്കിൽ സ്പാർക്ക് അഡ്വാൻസ് റിട്ടാർഡ് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്ക് 23rd ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഇസ് ദി ഹൂക്ക് ജോയിൻ യൂസ്ഡ് ഇൻ ദ ഓട്ടോമൊബൈൽ ഹൂക്ക് ജോയിൻ്റ് എവിടെ ഉപയോഗിക്കുന്നത് ചോദിക്കുന്നത് ഗിയർ ബോക്സിനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിലാണോ, ഫ്ലൈ വീലിൻ്റെ ക്ലച്ചിൻ്റെ ഇടയിലാണോ, ഗിയറിൻ്റെയും വീലിൻ്റെ ഇടയിലാണോ, ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിലാണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അത് പറയാനുള്ള കാരണം ഇതാണ് നമ്മുടെ ഹൂക്സ് ജോയിൻ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ജോയിൻ്റ് എന്ന് പറയുന്നത്. 2 ജോയിൻസ് തമ്മിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഹൂക്സ് ജോയിൻ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കാണിച്ചിരുന്ന പോലെ ഗിയർ ബോക്സിനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിലാണ് ഹൂക്സ് ജോയിൻ്റ് കൊണ്ടുവരുന്നത്. ഈ ഹൂക്സ് ജോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം അതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ആണ്. ഹൂക്സ് ജോയിൻ്റ് ഫ്ലെക്സിബിൾ ആണ്, അതായത് നമുക്ക് ചെറിയ മിസ്അലൈൻമെൻറ്റ്സ് ഒക്കെ ഹൂക്ക് ജോയിൻ്റ് കറക്റ്റ് ഉണ്ടായാലും കുഴപ്പമില്ല, ഹൂക്ക് ജോയിൻ്റ് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ടോർക്ക് ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യും, അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാലും ടോർക്ക് ട്രാൻസ്മിഷൻ നടക്കുമെന്നുള്ളതാണ് ഹൂക്ക് ജോയിൻ്റിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ നോക്കിയാലും ചില മിസ്അലൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മിസ്അലൈൻമെൻറ്റ്സ് ഉണ്ടായാലും ഹൂക്ക് ജോയിൻ്റ് വർക്ക് ചെയ്യുന്നതാണ് അഡ്വാൻറ്റേജ്. പിന്നെ അത് ചീപ്പാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, അസംബിൾ ചെയ്യാനും ഡിസസംബിൾ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ടോർക്ക് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പെർമിറ്റ്സ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അത് അലോ ചെയ്യും. അതായത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഉള്ളിൽ ചെറിയ ഇപ്പോൾ ഗിയർ ബോക്സും പ്രൊപ്പല്ലർ ഷാഫ്റ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള മിസ്അലൈൻമെൻറ്റ്സ് ഉണ്ടായാലും ഒരു ഹൂക്ക് ജോയിൻ്റ് വർക്ക് ചെയ്യും. അതേസമയം ബാക്കിയുള്ള നക്കിൾ ജോയിൻ്റ് ഒക്കെ ആണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഹൂക്ക് ജോയിൻ്റ് ചെറിയ രീതിയിലുള്ള മിസ്അലൈൻമെൻറ്റ്സ് ഉണ്ടായാലും നല്ല രീതിയിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ടോർക്ക് ട്രാൻസ്മിഷൻ നടത്തും. അതുകൊണ്ടാണ് ഹൂക്ക് ജോയിൻ്റ് നമ്മൾ ഗിയർ ബോക്സിനെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെയും ഇടയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 23rd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. നമുക്ക് നോക്കാം 24th ക്വസ്റ്റ്യൻ. വർക്ക് ഇൻപുട്ട് ടു ദി എയർ കംപ്രസർ വിത്ത് N ആസ് ഇൻഡെക്സ് ഓഫ് കംപ്രഷൻ. വർക്ക് ഇൻപുട്ട്, എയർ കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ട് N വെച്ച് എങ്ങനെ വേരി ചെയ്യുന്നതാണ് ചോദിച്ചത്. N കൂടുന്തോറും വർക്ക് ഇൻപുട്ട് കുറയോ അല്ലെങ്കിൽ കൂടുമോ അല്ലെങ്കിൽ സെയിം ആയിരിക്കുമോ അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യണില്ലയോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ഇൻപുട്ടിൻ്റെ എയർ കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ നോക്കാം. വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ N/N-1 × P1 V1 × 1 - P2 V2 P1 V1. അപ്പോൾ അതിപ്പോൾ ഐസോതെർമലാണെങ്കിൽ അഡയബാറ്റിക് ആണ്, പോളിട്രോപ്പിക് ആണെങ്കിലും N
അല്ലെങ്കിൽ ഗാമയുടെ ഡിപ്പെൻഡൻസ് ആണ് ഈ വർക്കിൻ്റെ ഇക്വേഷൻ മാറുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഈ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ ഈ ഇക്വേഷൻ നിന്ന് മനസ്സിലാവും എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും വർക്കിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 24th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് എൻ. അത് ആ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും വർക്ക് ഇൻപുട്ട് കൂടിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് 24th ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് 25th ക്വസ്റ്റ്യൻ, 1 ton ഓഫ് റെഫ്രിജറേഷൻ ഇസ് ഈക്വലൻ ടു, ഒരു ടൺ റെഫ്രിജറൻറ്റ് എത്ര കിലോ ജൂൾ പെർ മിനിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ 1 ton റെഫ്രിജറേഷൻ. 1 ton റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൺ വാട്ടർ ഒരു ദിവസം കൊണ്ട് ഐസാക്കാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഒരു ടൺ വാട്ടറിനെ ഐസാക്കാൻ വേണ്ട, ഒരു ദിവസം കൊണ്ട് ഐസാക്കാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ്, അതിനെയാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട വർക്ക്, അതിനാണ് നമ്മൾ 1 ton ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1 കിലോഗ്രാം ഓഫ് ഐസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് 336. അപ്പോൾ ഒരു ടൺ ആകുമ്പോൾ 336 × 1000 per 24 hours. അപ്പോൾ 336 × 1000 കിലോ ജൂളാണ് നമുക്ക് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ അത് ഒരു മണിക്കൂറാക്കുമ്പോൾ ബൈ 24 ചെയ്യണം. ബൈ 24 ചെയ്യുമ്പോൾ 12,600 കിലോ ജൂൾ പെർ അവർ. അപ്പോൾ 1 ton റെഫ്രിജറേഷൻ്റെ കിലോ ജൂൾ പെർ അവറിൽ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12,600 ആണ്. ഇനി അതേ സാധനം നമുക്ക് പെർ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബൈ 60 ചെയ്യുക. ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് 233.333 കിലോ ജൂൾ പെർ മിനിറ്റ് കിട്ടും. അപ്പോൾ കിലോ ജൂൾ പെർ മിനിറ്റിൽ 1 ton റെഫ്രിജറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 233.333 ആണ്. ഇനി അതിനെ തന്നെ നമുക്ക് സെക്കൻഡോട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ബൈ 60 ചെയ്യുക. അപ്പോൾ 3.8889 കിലോ ജൂൾ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വാല്യൂസ്. പക്ഷേ ഈ 233.333 നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 210 കിലോ ജൂൾ പെർ മിനിറ്റ് എന്നും, അതേപോലെ 3.8889 കിലോ ജൂൾ പെർ സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പത്തിന് 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കിലോ ജൂൾ പെർ മിനിറ്റിൽ 210ഉം കിലോ ജൂൾ പെർ സെക്കൻഡിൽ 3.5ഉം ആണ് 1 ton ഓഫ് റെഫ്രിജറേഷൻ്റെ വാല്യൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 210 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്.